Hello everyone. Welcome to A4 Education, India's first happy learning ecosystem. So, നമ്മൾ നമ്മുടെ PYQ ജിംഖാനയുടെ സീരീസ് 3ലാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ 2 സെഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് വി ആർ ദി വേർജ് ഓഫ് ദി എക്സാമിനേഷൻ. എക്സാമിനേഷൻ്റെ വേർജിൽ നമ്മളിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. 21st എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് NTA as of now നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഇംഗ്ലീഷ് എപ്പോഴും നമുക്ക് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തന്നെ എപ്പോഴും വരാറുണ്ട്. സോ ബൈ 23rd അല്ലെങ്കിൽ 21, 22, 23 ഏതെങ്കിലും ഒരു ഡേ ഇംഗ്ലീഷിൻ്റെ എക്സാം എന്തായാലും ഫോർ ഷുവർ ഉണ്ടാവും. സോ 21 വെച്ച് തന്നെ ആ ഒരു ആൻറ്റിസിപ്പേഷനിൽ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഏരിയാസിന് ഏതൊക്കെ ടോപ്പിക്സിന് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ് വാട്ട് വി ആർ ഗോയിങ് ത്രൂ നൗ. സോ കുറച്ച് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് 2 സെഷൻസിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദി 3rd സെഷൻ. നമ്മൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഏരിയ ഓർ വിച്ച് ഫോക്കസ് ഓർ വിച്ച് പെർട്ടിക്കുലർ ടോപ്പിക് വി നീഡ് ടു ഫോക്കസ് മോർ, അതാണ് നമ്മുടെ പ്രൈം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രൈം ഏരിയ എന്ന് പറയുന്നത്. സോ ആ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അബൌട്ട് അവർ JRF ട്രാക്ക് ബാച്ച്. എയ്ഫറിനെ കുറിച്ച് ഒരു വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. യു ആർ വെരി മച്ച് ഫെമിലിയർ അബൌട്ട് അവർ റിസൾട്ട്സ് ആസ് വെൽ ആസ് അവർ പ്രസ്റ്റീജ്. സോ അതിന് മുന്നേ പറയുന്നതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ റിസൾട്ട്. വിത്തിൻ 4 years ആണ് നമ്മൾ ഇത്രയും വലിയൊരു ഹൈക്കിൽ JRF ഹോൾഡേഴ്സിനെ ആണെങ്കിലും ഈവൻ PhD വന്നിട്ട് 2 ടേം ആയിട്ടേ ഉള്ളൂ. ലാസ്റ്റ് ജൂൺ എക്സാമിലാണ് വിത്തിൻ 1 year we have made such PhD holders in the whole arena. പാൻ ഇന്ത്യൻ ലെവലിലാണെങ്കിൽ പോലും ഇത്രയും കൂടുതൽ JRF ഹോൾഡേഴ്സിനെയും അതേപോലെ തന്നെ നെറ്റ് ആസ് വെൽ ആസ് PhD ഹോൾഡേഴ്സിനെയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി നിങ്ങളോട് വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ തരേണ്ട ആവശ്യമില്ല. ബട്ട് എനിഹൗ നമ്മളുടെ ഇപ്പോൾ ഉള്ളൊരു അല്ലെങ്കിൽ ഓൺ ഗോയിങ് ബാച്ച് എന്ന് പറയുന്നത് JRF ട്രാക്ക് ബാച്ച് ആണ്. എല്ലാവരും ഇപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിലായിരിക്കും, ഒരു ഡിലമയിലായിരിക്കും. ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്താൽ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഇനി സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് JRF കിട്ടുമോ എന്നുള്ളൊരു വലിയൊരു ഡൗട്ടിലായിരിക്കും യു മേ ബി ഫേസിങ്. ആൻഡ് ദിസ് ഈസ് ടു ക്ലിയർ യുവർ ഡിലമ ആസ് വെൽ ആസ് ദിസ് ഈസ് ടു ക്ലിയർ യുവർ കോൺഫ്ലിക്റ്റ്. കാരണം ഇപ്പോൾ ക്ലിയർ അല്ലെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്താലും വി ആർ പ്രൊവൈഡിങ് യു as much as we can. നമ്മൾ ഏറ്റവും കൂടുതൽ റിസോഴ്സസും ഏറ്റവും കൂടുതൽ പ്രീമിയം ഫീച്ചേഴ്സും കൊടുക്കുന്ന ഒരു ബാച്ചാണ് JRF ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇപ്പോഴും ടൈം കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ 50 days പ്ലാൻ വെച്ചിട്ട് നമ്മുടെ റെക്കോർഡ് ക്ലാസ് വെച്ചിട്ട് അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും അതേപോലെ റിവിഷൻ്റെയൊക്കെ ലൈവ് സെഷൻസ് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷനും എല്ലാം കിട്ടിയിട്ട് തന്നെ നിങ്ങളുടെ ലൈവ് സെഷൻസ് ഒക്കെ തന്നെയും നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നെറ്റോ JRF ക്ലിയർ ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും വി ആർ പ്രൊവൈഡിങ് ഹിയർ. സോ നമ്മളുടെ ട്രാക്ക് ബാച്ചിൽ ഒരുപാട് സ്റ്റുഡൻസ് ഈ പറഞ്ഞതുപോലെ നെറ്റും JRF ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി ആർ വെരി വെരി പ്രൗഡ് ആൻഡ് വി ആർ വെരി ഷുവർ അബൌട്ട് ഇറ്റ്. നമുക്ക് അത്രയേറെ കൺഫേം കൺഫർമേഷൻ അല്ലെങ്കിൽ ഷുവർട്ടി ഉള്ളത് കൊണ്ടാണ് വി ആർ ഷെയറിങ് ഇറ്റ് ഫോർ യു. സോ ഏറ്റവും ഉടനെ തന്നെ നമ്മുടെ JRF എക്സ്ക്ലൂസീവ് ബാച്ചിൽ ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും കിട്ടുന്നത്. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സോ റിവിഷൻ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മേജർ ഏരിയ ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ഒരു പ്രീമിയം ഫീച്ചറാണ് എജു റീൽസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ റീൽസ് കാണുന്ന അതേ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറോട് കൂടിയിട്ട് ആ ഒരു കോൺസെപ്റ്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ ലേണിങ്ങിന് അത്രത്തോളം ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ അത്രയും ഈസി ആയിട്ടുള്ള ലേണിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആസ് യു ഓൾ ഓഫ് യു നോ നമുക്ക് ഒരുപാട് ഓഫേഴ്സും അവൈലബിൾ ആണ്. സ്റ്റുഡൻസിനാണെങ്കിലും മദേഴ്സിനാണെങ്കിലും അതേപോലെ തന്നെ അലുമിനി ആണെങ്കിലും ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് എയ്ഫർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഏതൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലാണോ ഏതൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഓഫർ അവൈൽ ചെയ്തിട്ട് തന്നെ ഏറ്റവും ഉടനെ ജോയിൻ ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ഗൈഡൻസ് ഗ്രൂപ്പുകളും ആക്റ്റീവാണ്. അതായത് പേപ്പർ 1-നാണെങ്കിലും പേപ്പർ 2-നാണെങ്കിലും വളരെ ഫ്രീ ആയിട്ട് റിസോഴ്സസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും ഒക്കെ കിട്ടുന്ന ഗൈഡൻസ് ഗ്രൂപ്പുകളും നമ്മുടെ ഒരു പ്രീമിയം ഫീച്ചറാണ്. സോ ആൻഡ് ഇറ്റ്സ് ഫ്രീ ഓഫ് ആക്സസ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പേപ്പർ 1-ൻ്റെ QR കോഡ് ഇവിടെ അവൈലബിൾ ആണ്. പേപ്പർ 2-ൻ്റെ QR കോഡ് ഇവിടെ അവൈലബിൾ ആണ്. സോ ഏറ്റവും ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ ഫ്രീ ഓഫ് ആക്സസ് ആണ്. നിങ്ങൾക്ക് JRF ട്രാക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേറെ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഏത് ടൈമിലും മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയാണെങ്കിലും ആ ഒരു ക്ലിയറൻസ് ആണെങ്കിലും കൺസേൺസ് ആണെങ്കിലും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ മെൻറ്റേഴ്സ് ആണെങ്കിലും മിത്രമാരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. സോ ഏറ്റവും ഉടനെ തന്നെ ജോയിൻ ചെയ്തിട്ട് ഏറ്റവും നല്ല പ്രിപ്പറേഷൻ എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും ഉടനെ നമ്മുടെ എയ്ഫറിൻ്റെ JRF ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നൗ കമ്മിങ് ബാക്ക് ടു ആ പെർട്ടിക്കുലർ സെക്ഷൻ വി ആർ ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻസ്. നമ്മൾ ലാസ്റ്റ് 2 ടൈം ആയിട്ട് ഒരു നിയർ ടു 20-25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ വി ആർ ഗോയിങ് ഫോർ ദി 3rd സെഷൻ ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം റിസർച്ച് മെത്തഡോളജി. റിസർച്ച് മെത്തഡോളജിന്ന് ലാസ്റ്റ് ടൈം നമുക്കൊരു 5 to 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ 5-6% ഓഫ് ക്വസ്റ്റ്യൻസ് റിസർച്ച് മെത്തഡോളജിയിൽ നിന്ന് ചോദിക്കും എന്നുള്ളൊരു കൺഫർമേഷൻ ആണ്. സോ റിസർച്ച് മെത്തഡോളജി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടാണ്. എന്തൊക്കെയാണ് റിസർച്ച് മെത്തഡോളജിയിൽ പഠിക്കേണ്ടത്, എന്ത് ഏരിയാസ് പഠിക്കണം, ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്.
സോ നിങ്ങൾക്കറിയാം പേപ്പർ 1-ലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ വളരെ എഫക്റ്റീവായിട്ട് പേപ്പർ 1-ലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ 2-ന്റെ റിസർച്ച് ഏരിയയും കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ അതിൽ പിന്നെ പെർട്ടിക്കുലർ ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് MLA ഫോർമാറ്റും അതേപോലെ നമ്മുടെ അക്കാഡമിക്കലായിട്ട് അല്ലെങ്കിൽ പേപ്പർ 2-ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമായിരിക്കും പിന്നെ വളരെ മൈനോറിറ്റി ചോദിക്കുന്നത്. സോ പേപ്പർ 1-ൽ നല്ലൊരു പ്രിപ്പറേഷൻ എടുത്തവർക്ക് പേപ്പർ 2-ൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് മേർജ് ചെയ്ത് പഠിക്കാവുന്ന ടൈം സേവ് ചെയ്ത് മേർജ് ചെയ്ത് പഠിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഞാൻ ഇത് തന്നെ വളരെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിലും നമുക്ക് ഡെപ്തിൽ പോകാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ 1-ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്: ആൻ ഐഡിയൽ റിസർച്ച് പേപ്പർ ഷുഡ് ബി. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കണമെന്നൊന്നുമില്ല, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. എങ്ങനെയായിരിക്കും ഒരു റിസർച്ച് പേപ്പർ എന്നുള്ളത് റിസർച്ചിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ PG UG ടൈമിലൊക്കെ നമ്മൾ പ്രൊജക്ട്സ് ആണെങ്കിലും തീസിസ് ആണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ്. സോ നമുക്കറിയാം അതിന് ഒരു ജനറൽ കാര്യം നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. We can go for the options anyhow. A statement that establishes the problem or controversial issue that the paper intends to examine. That is the A. And coming to B, background information to establish past theories and current ideas on the topic. Then summarizing and paraphrasing, paraphrasing and summarizing and paraphrasing. Then coming to glorification of the paper and writer himself, and a thesis to establish one's position. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു കാര്യത്തിൻ്റെ സമ്മറിയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ പാരഫ്രൈസിങ്ങോ അല്ല ഒരിക്കലും റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യം വീണ്ടും സമ്മറൈസ് ചെയ്ത് അതിനെ വീണ്ടും പാരഫ്രൈസ് ചെയ്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് റിസർച്ചിലൊന്നും ചെയ്യാനില്ല. ഇറ്റ്സ് സംതിങ് അബൌട്ട് റീസേർച്ച്. വീണ്ടും നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. അവിടെ സമ്മറിക്കോ പാരഫ്രൈസിങ്ങിനോ യാതൊരു മീനിങ്ങും ഇല്ല, എബ്സേർഡ് ആണെന്നുള്ളത് യു നോ അബൌട്ട്. സോ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻസ് ഫൈൻഡ് ഔട്ട്, ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്ന സമയത്ത് എലിമിനേറ്റ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ എനിഹൗ നമുക്കറിയാം C അല്ല അതിൻ്റെ ഓപ്ഷൻ എന്നുള്ളത്. സോ C വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ജസ്റ്റ് കട്ട് ഡൗൺ ചെയ്ത് കളയാം. എയിൽ C വരുന്നുണ്ട്, സോ ദിസ് ഈസ് നോട്ട് ദി ആൻസർ. സിയിൽ വരുന്നുണ്ട്, സോ ദിസ് ഈസ് നോട്ട് ദി ആൻസർ. ദെൻ അഗെയിൻ കമ്മിങ് ടു B ആൻഡ് D, ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ രണ്ടും A കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ A റൈറ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നോക്കിക്കേ A എന്താണെന്ന് നോക്കിക്കേ. എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എസ്റ്റാബ്ലിഷസ് ദി പ്രോബ്ലം ഓർ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ദാറ്റ് ദി പേപ്പർ ഇൻറ്റൻസ് ടു എക്സാമിൻ. അതല്ലേ നമ്മൾ വളരെ കറണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ റിസർച്ച് നടത്തുന്നത്. സോ വി ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം ഓർ ദാറ്റ് പെർട്ടിക്കുലർ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ. അതായിരിക്കും നമ്മളുടെ പേപ്പർ എക്സാമിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി കറക്റ്റ് ഓപ്ഷൻ. A കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. നൗ കമ്മിങ് ടു B, D ആൻഡ് E. നോക്കിക്കേ B നമ്മൾ അവിടെ നിർത്താം. ജസ്റ്റ് D ഒന്ന് നോക്കി നോക്കുക, കാരണം ഈ ഒരു B ഓപ്ഷനിൽ D ആണുള്ളത്. D ഒന്ന് നോക്കി നോക്കാം. ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദി പേപ്പർ ആൻഡ് റൈറ്റർ ഹിംസെൽഫ്. പേപ്പറിനെയും റൈറ്ററിനെയും ഗ്ലോറിഫിക്കേഷൻ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു റിസർച്ച് പേപ്പർ എഴുതുന്നു, എന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ ഭയങ്കര നല്ലതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടും ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് എ റിസർച്ച്. അതൊരു റിസർച്ച് ആവില്ല ഒരിക്കലും. അല്ലെങ്കിൽ എൻ്റെ പേപ്പറിനെ വളരെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് കാൺ ബി കോൾഡ് എ റിസർച്ച്. സോ ആ ഒരു ഓപ്ഷനും വളരെ തെറ്റാണെന്ന് നമുക്ക് ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ മനസ്സിലാവും. സോ Cയും Dയും ആണ് ഇതിൽ നമ്മൾ കട്ട് ഡൗൺ ചെയ്ത ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഫോർ ഷുവർ B എന്നുള്ളതും റോങ് ഓപ്ഷൻ ആണ്. നൗ കമ്മിങ് ടു ദി ആൻസർ A, B ആൻഡ് E. So the right option is D. A right answer ആണ്, B right answer ആണ്, and E എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം, and B എന്താണെന്നും കൂടി നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. Anyhow, coming to the answer, we can just analyze these two options. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ടു എസ്റ്റാബ്ലിഷ് പാസ്റ്റ് തിയറീസ് ആൻഡ് കറണ്ട് ഐഡിയാസ് ഓൺ ദി ടോപ്പിക് അല്ലേ. നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂസ് എടുക്കാറുണ്ട്. ഇതുവരെ നമ്മളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പെർട്ടിക്കുലർ സ്റ്റഡി നടത്തുകയാണ്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി നടത്തുന്ന സമയത്ത് ഇതിന് മുന്നേ വരെയുള്ള എന്തൊക്കെയാണോ ബാക്കിയുള്ള റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഞാൻ നടത്താറുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനെ വെച്ചിട്ടായിരിക്കും ഐ വുഡ് ബി സ്റ്റിക്കിംഗ് ഓൺ ടു മൈ റിസർച്ച്. അതുപോലെ എന്താണെന്ന് നോക്കിക്കേ, ടു എസ്റ്റാബ്ലിഷ് വൺസ് പൊസിഷൻ. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കോവിഡിന് ഒരു വാക്സിൻ കണ്ടുപിടിക്കാനാണ് ഇഫ് ഐ ആം ഗോയിങ് ടു ഇൻറ്റൻറ്റ്, അതാണ് എൻ്റെ ഒരു ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പൊസിഷൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ആയിരിക്കും ഐ വുഡ് ബി ഡൂയിങ് ദാറ്റ് പെർട്ടിക്കുലർ റിസർച്ച്. So the right answer comes to A, B and E, and the right answer is D എന്നുള്ള ഓപ്ഷനാണ് റൈറ്റ് എന്ന് പറയുന്നത്. So this is the right way to answer this kind of multiple kind of options. Multiple kind of options തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ this is the right way. കാരണം എലിമിനേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ടൈം സേവിങ് ആണ്. നമുക്ക് ഒരുപാട് ടൈം പോവില്ല, തെറ്റാനുള്ള ചാൻസസും വളരെ കുറവാണ്. നമുക്ക് കോൺഫ്ലിക്റ്റ് ഉള്ള ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഡിയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ A റൈറ്റ് ആണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്, C കട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് A റൈറ്റ് ആണെന്ന് മനസ്സിലായത്. അങ്ങനെയുള്ള ചെറിയ ട്രിക്സും ടിപ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്
ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു ജനറൽ ക്വസ്റ്റൻ ആണ്. റിസർച്ചിന് വളരെ വളരെ ഡെപ്തിലുള്ളൊരു ക്വസ്റ്റൻ ഒന്നും അല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് പേപ്പർ പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ റിസർച്ചിനെ കുറിച്ച് ജസ്റ്റ് ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റൻ. ഇതുപോലൊരു മൾട്ടിപ്പിൾ ഓപ്ഷൻ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആർ ട്രൂ? കൾച്ചറൽ സ്റ്റഡീസ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. കൾച്ചറൽ സ്റ്റഡീസ് ആണ് അതിന്റെ മേജർ ഏരിയ എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത്. സോ സം ഓപ്ഷൻസ് ആർ ഗിവൺ ദെയർ. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ് ടു ഇ. ഇതിൽ നമ്മൾ റൈറ്റ് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്കിനി ഓരോ ക്വസ്റ്റൻസും ഓരോ ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്ത് നോക്കാം. ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബൌട്ട് സെന്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്, അതായത് CCCS. നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? സെന്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്, CCCS എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൾച്ചറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എപ്പോഴാണ് ഫോം ചെയ്തതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളതാണ്. ബെർക്ലിയിലാണ്, 1960. ഓക്കെ, ദിസ് ഈസ് ദി ഇൻഫർമേഷൻ ഗിവൺ ദെയർ. ബെർക്ലിയിലല്ല ഒരിക്കലും CCCS എസ്റ്റാബ്ലിഷ് ചെയ്തെന്നുള്ളത് വി ആർ ഷുവർ അബൌട്ട്. നമുക്ക് വളരെ കൺഫേം ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ബെർക്ലിയിലല്ല, പകരം എവിടെയാണ്? യൂണിവേഴ്സിറ്റി ഓഫ് ബിർമിംഗ്ഹാമിൽ സ്റ്റുവർട്ട് ഹാളും അതേപോലെ തന്നെ റെയ്മണ്ട് വില്യംസും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ദേ ഫൗണ്ടഡ് ഓർ ദേ സ്റ്റാർട്ടഡ് ദിസ് സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് എന്നുള്ളത് വി ആർ വെരി ഷുവർ അബൌട്ട്. സോ കൾച്ചറൽ സ്റ്റഡീസ് ആദ്യം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരാറുള്ള ഒരു ഏരിയയാണ് കൾച്ചറൽ സ്റ്റഡീസ്. പഠിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്, CCCSനെ കുറിച്ചായിരിക്കണം ആദ്യം നമ്മൾ നോക്കേണ്ടത്. സോ CCCSനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ 1964 യൂണിവേഴ്സിറ്റി ഓഫ് ബിർമിംഗ്ഹാമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് തിങ്, ഇതുപോലെ മേജർ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന റെയ്മണ്ട് വില്യംസ് ആയിരുന്നു. ദെൻ കംസ് സ്റ്റുവർട്ട് ഹോൾ. അതിനുശേഷം വന്നിട്ടുള്ളത് ആരൊക്കെയാണ്? പിന്നെ ഫ്രാങ്ക്ഫർട്ട് സ്കൂളും ആ ഒരു ബിർമിംഗ്ഹാം സ്കൂളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പഠിച്ചിരിക്കുക, മേജർ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിച്ചിരിക്കുക. ഇതൊക്കെയാണ് CCCSനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നൗ എ തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ എ വരുന്ന ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാം. എയിൽ എ വരുന്നുണ്ട്, കട്ട് ഡൗൺ ചെയ്തു. ഡിയിലും എ വരുന്നുണ്ട്, കട്ട് ഡൗൺ ചെയ്തു. ഇനി നോക്കിക്കേ, എയിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ബി എന്ന് പറയുന്നത്. സോ ഇതിലും ബി വരുന്നുണ്ട്. സോ ബി തെറ്റാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. ജൂർഗൻ ഹേബർമാസ് ട്രേസസ് ദി റൈസ് ഓഫ് പബ്ലിക് സ്ഫിയർ ടു ദി റൈസ് ഓഫ് പ്രിന്റ് കൾച്ചർ. പബ്ലിക് സ്ഫിയർ എന്നുള്ളൊരു വേർഡ് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് പബ്ലിക് സ്ഫിയർ എന്നുള്ള വേർഡ് നേരെ അസോസിയേറ്റ് ചെയ്യുന്നത് ജൂർഗൻ ഹേബർമാസിനെയാണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ ബാക്കിയുള്ള ഡിബേറ്റ്സും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പബ്ലിക് സ്ഫിയർ ആണ്. നമ്മളുടെ പഴയ കൾച്ചറിലൊക്കെ അല്ലെങ്കിൽ 80s 90s നമ്മൾ കണ്ടിട്ടുണ്ട്. സലൂൺസിലാണെങ്കിലും ചെറിയ ചെറിയ ചായക്കടകളിലാണെങ്കിലും ഈ ഒരു പബ്ലിക് ഡിബേറ്റ്സ് വരുന്നത് ആ ഒരു പബ്ലിക് സ്ഫിയറിനെയാണ് ജൂർഗൻ ഹേബർമാസ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. സോ ബി ഈസ് റൈറ്റ്, എ റോങ് ആണ്, ബി റൈറ്റ് ആണ്. സോ ബി റൈറ്റ് ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലും ഈ രണ്ട് ഓപ്ഷൻസ് നമ്മൾ എന്തായാലും കട്ട് ഡൗൺ ചെയ്തു. ഇനി ബി റൈറ്റ് ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ എവിടെയേ ഉള്ളൂ, ദറ്റ് ഈസ് ബി ഇറ്റ് സെൽഫ്. അവിടെ ബി, സി ആൻഡ് ഡി ആണ് വരുന്നത്. നമുക്കിനി ബാക്കി ബി, സി, ഡി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി നോക്കാം. എന്തായാലും എനിഹൗ ബി ഈസ് ദി ആൻസർ, കാരണം ഇവിടെ ബി വരുന്നില്ല, സി ഓപ്ഷനിൽ ബി വരുന്നില്ല. സോ ദാറ്റ് ഇസ് റോങ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കി നോക്കാം. എന്ത് നോക്കിക്കേ, 5 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് 2 ഓപ്ഷൻസ് നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. വി ക്യാൻ ഗോ ഫോർ അതർ ഓപ്ഷൻസ് ടു. പോൾ ഗിൽറോയ് ഇൻട്രൊഡ്യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് ബ്ലാക്ക് അറ്റ്ലാന്റിക്. നമ്മൾ ഇതുവരെയും പോൾ ഗിൽറോയുടെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് വന്നിട്ടില്ല. പക്ഷെ സ്റ്റിൽ പോൾ ഗിൽറോയ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പോൾ ഗിൽറോയുടെ വർക്കാണ് ബ്ലാക്ക് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റുമാണ് ബ്ലാക്ക് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദി ആൻസർ, അദ്ദേഹത്തിൻ്റെ 1993 ബുക്കാണ് ദി ബ്ലാക്ക് അറ്റ്ലാന്റിക് മോഡേണിറ്റി ആൻഡ് ഡബിൾ കോൺഷ്യസ്നെസ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ 1993 വർക്കാണ് വേർ ഹി ഇൻട്രൊഡ്യൂസസ് ദി കോൺസെപ്റ്റ് ഓഫ് ബ്ലാക്ക് അറ്റ്ലാന്റിക്. കാരണം ആ ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ആ ഒരു ബ്ലാക്ക് ഐഡന്റിറ്റി, ആ ഒരു ബ്ലാക്ക് കോൺഷ്യസ്നെസ് ഒക്കെ റേസ് ചെയ്തു എന്നുള്ളതാണ് വാട്ട് ഹി മെൻ ബൈ ദി കോൺസെപ്റ്റ് ബ്ലാക്ക് അറ്റ്ലാന്റിക്. ഇതുവരെയും ബ്ലാക്ക് അറ്റ്ലാന്റിക്കിനെ കുറിച്ചും പോൾ ഗിൽറോയെ കുറിച്ചും ഒരു മോർ ദാൻ 1 or 2 ക്വസ്റ്റ്യൻസ് ഇതുവരെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആസ്ക് ചെയ്തിട്ടില്ല. സോ വിച്ച് മീൻസ് ദാറ്റ് കുറച്ചും കൂടി കറണ്ട് ആയിട്ടുള്ള എല്ലാ കൾച്ചറൽ സ്റ്റഡീസിലെയും തിയറിസ്റ്റിനെ നിങ്ങൾ നോക്കി വെക്കണം എന്നുള്ളതാണ് വിച്ച് ഇറ്റ് മീൻ. Okay, now coming to Paul Gilroy, coming for D. Adorno praises the alien nature of avant-garde modernist art such as the eternal music of Schoenberg. That's also right. Theodor Adorno praise ചെയ്തിട്ടുള്ള കാര്യമാണ് avant-garde modernist art എന്ന് പറയുന്നത്. അത് പെർട്ടിക്കുലർലി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. If you don't know, just understand that Adorno praised these avant-garde modernist arts. തിയോഡർ അഡോണോയും ഈ പറഞ്ഞതുപോലെ സെൻറ്റർ ഫോർ കൾച്ചറൽ കണ്ടംപററി സ്റ്റഡീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു, മെമ്പർ ആയിരുന്നു. ഞാൻ ദി ലാസ്റ്റ് ഓപ്ഷൻ അത് റോങ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സ്റ്റാഗ്നിഫിക്കേഷൻ വാസ് എ ടേം യൂസ്ഡ് ബൈ എഡ്വേർഡ് സോജ.
എഡ്വേർഡ് സോജയെ നമുക്കറിയാം, ചട്നിഫിക്കേഷൻ എന്നുള്ള ടേമും നമുക്കറിയാം. എന്താണ് ചട്നിഫിക്കേഷൻ? നമ്മുടെ ഇന്ത്യൻ എലമെന്റ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കും അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറൽ റെഫറൻസസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കും ആ ഒരു കൾച്ചറിലേക്കും നമ്മൾ മിക്സ് ചെയ്യുന്ന, ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫിനോമിനയ്ക്കാണ് നമ്മൾ ചട്നിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത്. Okay, and the term chutnification was introduced by Salman Rushdie. Salman Rushdie ആണ് chutnification എന്നുള്ള term introduce ചെയ്തത്. So this is wrong. Chutnification എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, it's Salman Rushdie. Okay, then who is Edward Soja? അപ്പോൾ എഡ്വേർഡ് സോജ ആരാണ്? എഡ്വേർഡ് സോജയുടെ തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് നമുക്കറിയാം, ഇറ്റ്സ് തേർഡ് സ്പേസ്. ഇങ്ങനെയുള്ള ഒരുപാട് ഹോമിക്കെ ബാബ ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു തേർഡ് സ്പേസ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എഡ്വേർഡ് സോജ. ഓക്കെ, ഇങ്ങനെയുള്ള ടേംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെമ്പേഴ്സ് വരുന്ന സമയത്ത് ഈ ഒരു ഫൗണ്ടിങ് ഫിഗേഴ്സ്, ടേംസ്, കോൺസെപ്റ്റ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ഔട്ട് ആൻഡ് സ്റ്റഡി ദാറ്റ്. അത് കൾച്ചറൽ സ്റ്റഡീസിലാണെങ്കിലും ലിറ്റററി തിയറിയിലാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. നൗ മൂവിങ് ടു ദി തേർഡ് വൺ. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വന്നാൽ എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. 2 ഓപ്ഷൻസിൽ തന്നെ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടും. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദി ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദെയർ ഇയർ ഓഫ് പബ്ലിക്കേഷൻ. എപ്പോഴും പറയാറുണ്ട്, വെർജീനിയ വൂൾഫ് ആണെങ്കിലും ഈ ഒരു മോഡേണിസ്റ്റ് റൈറ്റേഴ്സിൽ വെർജീനിയ വൂൾഫ്, അതേപോലെ D.H. ലോറൻസ്, ദെൻ കമ്മിങ് ടു ജെയിംസ് ജോയ്സി, ജോസഫ് കോൺറാഡ്, ഇവരൊക്കെ റിപ്പീറ്റഡ്ലി ക്രോണോളജിക്കൽ ഓർഡറിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന റൈറ്റേഴ്സാണ്. W.B. Yeats, ഇവരൊക്കെ റിപ്പീറ്റഡ്ലി വരാറുണ്ട്. ഓക്കെ, നൗ കമ്മിങ് ടു D.H. ലോറൻസിൻ്റെ കുറച്ച് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിമൻ ഇൻ ലവ് ഉണ്ട്, സൺസ് ആൻഡ് ലവേഴ്സ് ഉണ്ട്, വൈറ്റ് പീകോക്ക്, റെയിൻബോ ഒക്കെ ഉണ്ട്. ട്രെസ്പാസേഴ്സ് മാത്രമാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാത്തൊരു വർക്ക്. സോ അദ്ദേഹത്തിൻ്റെ ബിഗിനിങ് ടൈമിലുള്ള വർക്കാണ് ദി ട്രെസ്പാസസ്. സോ ഇതിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്രോണോളജിക്കൽ ഇതൊന്നും നമുക്കറിയില്ല, ഇത് ഏത് ഇയറിലാണ് ഇതൊന്നും പബ്ലിഷ് ചെയ്തെന്നുള്ളത് വി ആർ നോട്ട് അറ്റ് ഓൾ ഷുവർ അബൌട്ട്. എങ്കിൽ പോലും ഇതിൽ നിന്ന് റൈറ്റ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ചെറിയൊരു സ്ട്രാറ്റജി പറഞ്ഞു തരാം. നമുക്കറിയാം, ദി റെയിൻബോ എന്നുള്ള വർക്കിൻ്റെ സീക്വലാണ് വിമൺ ഇൻ ലവ്. ക്രോണോളജിക്കൽ ഓർഡർ അറിയില്ല, പക്ഷേ ഇതിൻ്റെ സീക്വലാണ് അതെന്ന് നമുക്കറിയാം അല്ലേ. റെയിൻബോയുടെ സീക്വലാണ് ആ ഒരു ബ്രാഗ്മൻ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്ന, ഗുഡ്രൂണിനെ കുറിച്ചും പറയുന്ന വർക്കാണ് ആ ഒരു വിമൻ ഇൻ ലവ് എന്നുള്ളത് വി ആർ വെരി ഷുവർ അബൌട്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ നോളജ് വെച്ച് വി ആർ ഗോയിങ് ടു അറേഞ്ച് ദി ഫോളോയിങ് നോവൽസ് ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ. നോക്കിക്കേ, ഡിക്ക് ശേഷമാണ് എ വരുന്നത്. റെയിൻബോ പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് വിമൻ ഇൻ ലവ് പബ്ലിഷ് ചെയ്തത്, കാരണം അത് സീക്വൽ ആണല്ലോ. അങ്ങനെ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ ഇതിൽ. നോക്കിക്കേ, ഡിക്ക് ശേഷം എ വരുന്നത്. ഇവിടെ എ ആണ് ആദ്യം വരുന്നത്, റോങ് ആണ്. ഇവിടെ ഡിക്ക് ശേഷമാണല്ലോ എ വരുന്നത്, ഇത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. സോ ഇവിടെ ഡിക്ക് എ ആണ് ആദ്യം വരുന്നത്, സോ ദിസ് ഈസ് ഓൾസോ റോങ്. ഇവിടെ ഡിക്ക് ശേഷമാണ് എ വരുന്നത്, സോ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. നൗ കമ്മിങ് ടു ദി സെക്കൻഡ് തിങ്. നമുക്കിതിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബിഗിനിങ് വർക്ക്സിലൊന്നാണ് ട്രെസ്പാസേഴ്സ് എന്നുള്ളത്. ഓക്കെ, ദി വൈറ്റ് പീകോക്കും ബിഗിനിങ് വർക്കിലൊന്നാണെന്ന് നമുക്ക് അറിയാം. സൺസ് ആൻഡ് ലവേഴ്സ് വാസ് പബ്ലിഷ് ഇൻ 1920, 1911, 1912, 1920. ഓക്കെ, നോക്കിയേ, BEC. ഇത് ഈ BEU അറിയില്ലെങ്കിലും ഈ ഒരു സൺസ് ആൻഡ് ലവേഴ്സിൻ്റെ ആ ഒരു ഇയർ ഓഫ് പബ്ലിക്കേഷൻ നമുക്കറിയാം 20 ആണെന്നുള്ളത്. അതേപോലെ ഈ ഒരു ട്രെസ്പാസേഴ്സ് ബിഗിനിങ് ആണെന്ന് നമുക്കറിയാം. സോ ആ ഒരു ബിഗിനിങ്ങിൽ വരുന്ന വർക്ക് നോക്കാം, നമുക്ക് BE വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. സോ ദ റൈറ്റ് ആൻസർ ഇവിടെ നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് E ആണ് ആദ്യം വന്നിട്ടുള്ളത്. അതും വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ B ലാസ്റ്റ് ഒരിക്കലും വരില്ല, കാരണം വൈറ്റ് പീകോക്ക് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബിഗിനിങ് വർക്കാണ്. ശരിക്കും ആ ഒരു പ്രസ്റ്റീജിലേക്ക് അല്ലെങ്കിൽ റെപ്യൂട്ടേഷനിലേക്ക് എത്തുന്നത് സൺസ് ആൻഡ് ലവേഴ്സും ലേഡി ചാറ്റലേസ് ലവറും ഒക്കെ ആണെങ്കിലും സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ട്രെസ്പാസറും വൈറ്റ് പീകോക്കും ഒക്കെ ബിഗിനിങ് ടൈമിലുള്ള വർക്ക്സ് ആണ്. ഓക്കെ, സോ റിമെമ്പർ ദാറ്റ്. സോ ദിസ് ഈസ് നോട്ട് ദി റൈറ്റ് ആൻസർ, ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. C ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നൗ കമ്മിങ് ടു ദി ഇയേഴ്സ് ഓഫ് പബ്ലിക്കേഷൻ. നമ്മൾ റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇയർ അറിയുന്നത് വെച്ചിട്ടല്ല നമ്മൾ കണ്ടുപിടിച്ചത്, നമ്മൾ ജസ്റ്റ് കുറച്ച് ട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. നൗ കമ്മിങ് ടു ദി റൈറ്റ് ആൻസർ. ഓരോന്നിൻ്റെയും ആ ഒരു ഇയർ ഓഫ് പബ്ലിക്കേഷൻ നമുക്ക് നോക്കി വെക്കാം. എപ്പോഴും ചോദിക്കാറുള്ള റൈറ്ററാണ് ഈ ഒരു D.H. ലോറൻസ്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിൽട്ടൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ഞാൻ പറഞ്ഞു ലിസിഡാസും ആ ഒരു വർക്ക്സും ഒക്കെയാണ്, ഹോട്ടൺ പോംസ് ഒക്കെയാണ് ബിഗിനിങ് വർക്ക്സ്. എൻഡിങ് വർക്ക്സിലാണ് പാരഡൈസ് റീഗെയിൻഡ്, സാംസൺ എഗോണിസ്റ്റസും ഒക്കെ വരുന്നത് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും വി ക്യാൻ യൂസ് സച്ച് എ ടെക്നിക്. ഓക്കെ, സോ ഞാൻ കമ്മിങ് ടു ദി റൈറ്റ് ആൻസർ. വിമൻ ഇൻ ലവ് ഈ പറഞ്ഞതുപോലെ 1920 ആണ്. സൺസ് ആൻഡ് ലവേഴ്സ് 1913, 1911, 1912, 1913, വിമൻ ഇൻ ലവ് 1920. Then coming to the rainbow, it's published in 1915. Okay, this is the right order.
ഓക്കെ, സോ എപ്പോഴും ചോദിക്കാറുള്ള 1-2 റൈറ്റേഴ്സ്. അതേപോലെ DS ലോറൻസിന്റെ മറ്റൊരു കാര്യം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇസ് അബൌട്ട് ക്യാരക്ടേഴ്സും വരാറുണ്ട്. ഇപ്പോൾ പോൾ ഏതിലെ ക്യാരക്ടറാണ്, ലൈക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഹു ഇസ് ദി ജിപ്സി ക്യാരക്ടർ ഇൻ സൺസ് ആൻഡ് ലവേഴ്സ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. സോ ഗോ ഫോർ ദീസ് കൈൻഡ് ഓഫ് ഫാമിലീസ്. ബ്രാങ്ക്മാൻ ഫാമിലി, ഇതൊക്കെ ഏത് പെർട്ടിക്കുലർ വർക്ക്സിലാണ്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്. വൂർജിനിയ വൂൾഫിന്റെ ക്യാരക്ടേഴ്സ് വരാറുണ്ട്, ജെയിംസ് ജോയ്സിന്റെ ക്യാരക്ടേഴ്സ് വരാറുണ്ട്, DS ലോറൻസ് ഇവരുടെ ക്യാരക്ടേഴ്സാണ് കൂടുതലും വരാറുള്ളത് ഫ്രം മോഡേണിസ്റ്റ് റൈറ്റേഴ്സ്. Okay, so this is all about the chronological order of this question, and now coming to the next one, that is who amongst the following was not a member of the Bloomsbury group. Bloomsbury group നമുക്കറിയാം മോഡേണിസ്റ്റ് ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലോസോഫിക്കൽ ഇൻ്റലക്ച്വൽ ഗ്രൂപ്പായിരുന്നു ബ്ലൂംസ്ബറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ബിഗിനേഴ്സ് എന്ന് പറയുന്നത് വൂർജിനിയ വൂൾഫും ലിറ്റൺ സ്ട്രാഷിയും ആണ്. ലിറ്റിൽ സ്ട്രാഷ് ഈസ് വെരി ഫെമിലിയർ ഫോർ ദി ബയോഗ്രഫിക്കൽ വർക്ക് എമിനൻറ്റ് വിക്ടോറിയൻസ്. എമിനൻറ്റ് വിക്ടോറിയൻസ് എന്നുള്ളൊരു ബയോഗ്രഫിക്കൽ വർക്കാണ് ലിറ്റിൽ സ്ട്രാഷിൻ്റെ ഏറ്റവും ഫേമസ് വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് വൂർജിനിയ വൂൾഫ് ഈസ് ദി മോസ്റ്റ് ഫേമസ് മോഡേണിസ്റ്റ് റൈറ്റർ. സോ അവരുടെ ആ ഒരു ഗ്രൂപ്പാണ് ബ്ലൂംസ്ബറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറിഷ് റൈറ്ററാണ് EM ഫോസ്റ്ററും ആ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറിഷ് റൈറ്ററാണ് WB ഈറ്റ്സ്. So remember that these all are British writers, and the other way WB Yeats was an Irish writer. അതുകൊണ്ടാണ് ഈസ്റ്റർ 1916 സെക്കൻഡ് കമ്മിങ് നമുക്കറിയാം അബൌട്ട് ദി ഈസ്റ്റർ അപ്രൈസിങ്സ്. ഓക്കെ, ഐറിഷ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ള റൈറ്ററാണ് WB Yeats, ഹു ഡസൻ കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ബ്ലൂംസ്ബറി ഗ്രൂപ്പ്. ഗ്രൂപ്പുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, അതിലെ മെമ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലബ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഗസ്റ്റിൻ ഏജിൻ്റെ ടൈമിൽ ക്ലബ്സും കോഫി ഹൗസസും നമുക്കറിയാം. കിറ്റ്കാറ്റ് ക്ലബ്ബും സ്ക്രിബ്ലറസ് ക്ലബ്ബും റിച്ചാർഡ്സൺ സർക്കിളും ഒക്കെ നമുക്കറിയാം. ആ ഒരു ക്ലബ്ബും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിലെ മെമ്പേഴ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ കംസ് ടു പ്രീ റാഫ്ലേറ്റ് ബ്രദർഹുഡ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഗ്രൂപ്പാണ് പ്രീ റാഫ്ലേറ്റ് ബ്രദർഹുഡ്, PRB ഗ്രൂപ്പ്. അതേപോലെയാണ് മറ്റൊരു റൊമാൻറ്റിക് ഏജിലെ മറ്റൊരു ഗ്രൂപ്പാണ് ലേക്ക് പോയറ്റ്സ് അല്ലെങ്കിൽ ഗ്രേവ്യാർഡ് പോയറ്റ്സ്. ലേക്ക് പോയറ്റ്സും വരാറുണ്ട്, ഗ്രേവ്യാർഡ് പോയറ്റ്സും വരാറുണ്ട്. ഓക്കെ, ഇവരുടെ ആ ഒരു മെമ്പേഴ്സ്, ഇവരുടെ മേജർ റൈറ്റിങ്സ്. മോഡേൺ ഗ്രൂപ്പിൽ വരുന്നൊരു ഗ്രൂപ്പാണ് ബ്ലൂംസ്ബറി ഗ്രൂപ്പ്. അതേപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലൈക്ക് പിങ്ക് പോയറ്റ്സ്. അവർക്ക് ഒരുപാട് പേരിൽ അവരെ പറയാറുണ്ട്. പിങ്ക് പോയറ്റ്സ് എന്നും പൈലൻ പോയറ്റ്സ് എന്നും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പോയറ്റ്സ് എന്നും പോയറ്റ്സ് ഓഫ് ദി 30s എന്നും മോഡേൺ ഗ്രൂപ്പ് എന്നും ഒരുപാട് പേരുകളുണ്ട്. അതിലെ മെമ്പേഴ്സിനെയും ഓർത്തിരിക്കുക. ദെൻ കംസ് ടു അനദർ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് വാർ പോയറ്റ്സ്. വാർ പോയറ്റ്സും ആൻറ്റി വാർ പോയറ്റ്സും ഇമേജസ് പോയറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോസ്റ്റ് മോഡേണിൽ വരുമ്പോൾ നമുക്കറിയാം ഒരുപാട് തിയേറ്റേഴ്സും മൂവ്മെൻറ്റ്സും വരുന്നുണ്ട്. കിച്ചൺ സിങ്ക് ഡ്രാമ, അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് ദി എബ്സേർഡ്, ആങ്കറി യങ്മെൻ മൂവ്മെൻറ്റ്, അങ്ങനെ ഒരുപാടൊരു ഗ്രൂപ്പുണ്ട്. എപ്പോഴും ഗ്രൂപ്പ്സിനെ ഫോക്കസ് ചെയ്യുക, ആ ഒരു ഫൗണ്ടിങ് ഇയർ ഫോക്കസ് ചെയ്യുക, മേജർ മെമ്പേഴ്സ്. അതേപോലെ തന്നെ അതിലെന്തെങ്കിലും പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രീ റാഫ്ലേറ്റ് ബ്രദർഹുഡിൻ്റെയൊക്കെ പബ്ലിക്കേഷൻ ആണ് ജേം, അവരുടെ പീരിയോഡിക്കലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഫോക്കസ് ചെയ്യുക. Okay, so this is all about Bloomsbury group. Now going to the next question. So coming to another question from Indian literature. Indian English literature in the last time, അതിന് മുന്നത്തെ ടൈമൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് സ്കിപ്പ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് ഇമ്പോർട്ടൻറ്റ്, അത് മാത്രം അങ്ങനെ വിചാരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്ന് മോർ ദാൻ 20 ക്വസ്റ്റ്യൻസ് വെർ ആസ്ഡ്. കാരണം 100 ക്വസ്റ്റ്യൻസിൽ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ യു തിങ്ക് ബാക്കി 10 ക്വസ്റ്റ്യൻസ് കോംപ്രിഹെൻഷൻ ആണ്. അപ്പോൾ 90 ക്വസ്റ്റ്യൻസിലാണ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 20 ക്വസ്റ്റ്യൻസ് വെർ ആസ്ഡ്. So more than 25% questions were asked from Indian literature. 1/4 questions Indian literature in varunundu. So think about the importance of Indian English literature. Now it's about Rabindranath Tagore. Which of the following text has been written by Rabindranath Tagore? അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം രവീന്ദ്രനാഥ് ടാഗോറിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ബുക്കാണ് ചണ്ഡാലിക. ഒരു അൺടച്ചബിൾ വിമനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ് ചണ്ഡാലിക. അതിൽ പിന്നെ ടൈഗർ ക്ലോ, എ ടച്ച് ഓഫ് ബ്രൈറ്റ്നസ്, ഇമേജ് ബ്രേക്കേഴ്സ്, ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചണ്ഡാലിക ഈസ് ദി പെർട്ടിക്കുലർ വർക്ക് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ വിച്ച് ഡിസ്കസസ് അബൌട്ട് ആൻ അൺടച്ചബിൾ വിമൻ. ഒരു അൺടച്ചബിൾ വിമൻ, ഈ പറഞ്ഞതുപോലെ നമ്മൾ ചണ്ഡാല ഭിക്ഷുകിയൊക്കെ ആശാൻ്റെ ആ ഒരു കവിത വായിച്ചിട്ടുണ്ടാവും. അതേപോലത്തെ ഒരു സ്റ്റോറിയാണ്. ഈ പറഞ്ഞതുപോലെ ഒരു വെല്ലിൽ നിന്ന് കുറച്ച് വാട്ടർ സെർവ് ചെയ്യുന്ന അയാളോട്ട് ഷീ ഫെൽ ഇൻ ലവ്. That's the story of Chandalika. Now coming to another works mentioned here. Tiger Claw ഉണ്ട്, അതേപോലെ തന്നെ ടച്ച് ഓഫ് ബ്രൈറ്റ്നസ് ഉണ്ട്, ആൻഡ് ഇമേജ് ബ്രേക്കേഴ്സ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ടൈഗർ ക്ലോ. ആൻഡ് ഇറ്റ്സ് അബൌട്ട് ദി സ്റ്റോറി ഓഫ് ഇനായത് ഖാൻ, നൂർ ഇനായത് ഖാൻ. നൂർ ഇനായത് ഖാനിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കാണ് ടൈഗർ ക്ലോ എന്ന് പറയുന്നത്.
നൂർ ഇനായത് ഖാൻ ബ്രിട്ടീഷ് ആർമിയുടെ വളരെ സീക്രട്ട് ഓപ്പറേഷൻ ഓഫീസർ ആയിരുന്നു. ആൻഡ് ഷി വാസ് അവരെ നാസി ഓഫീസേഴ്സിനൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിക്കായിരുന്നു. അത്രയും ഒരു സീക്രട്ട് ഓപ്പറേഷൻസ് ഒക്കെ ഹെൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്ന ഒരു ലേഡിയായിരുന്നു നൂർ ഇനായത് ഖാൻ. ആ നൂർ ഇനായത് ഖാനിനെ കുറിച്ചുള്ള അവരുടെ ലൈഫിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു ടൈഗർ ക്ലോ എന്ന് പറയുന്നത്, റിട്ടൺ ബൈ ഷോൺ സിംഗ് ബാൾവിൻ. ഷോൺ സിംഗ് ബാൾവിൻ്റെ നൂർ ഇനായത് ഖാനെ കുറിച്ചുള്ള വർക്ക്സ് ആണ്. യു മേ ഹാവ് റെഡ് ഇതേപോലെ ഒരു വർക്ക് ഉണ്ട് എബൌട്ട് റിട്ടൺ ബൈ ആൽക്കെമിസ്റ്റിൻ്റെ റൈറ്ററിൻ്റെ തന്നെ വേറൊരു വർക്കും ഉണ്ട് അണ്ടർ ദി സെയിം നെയിം. ഓക്കെ, സോ ഗോ ഫോർ സച്ച് വർക്ക്സ്. ടൈഗർ ഗ്ലോ റിട്ടൺ ബൈ ഷോൺ സിംഗ് ബാൾവിൻ ഓൺ ദി ലൈഫ് ബേസ്ഡ് ഓൺ നൂർ ഇനായത് ഖാൻ. Now coming to A Touch of Brightness. Touch of Brightness is actually about the Red City of India. ആ ഒരു സ്ത്രീകളുടെ ആ ഒരു വളരെ ഡിറ്റീരിയറേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫും ആ ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ റെഡ് സിറ്റി എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ലൈഫും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വർക്കാണ് ടച്ച് ഓഫ് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ആ ഒരു ബോംബെയുടെ ആ ഒരു റെഡ് സിറ്റിയും അവരുടെ ആ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസും പറയുന്ന ഒരു വർക്കാണ് ടച്ച് ഓഫ് ബ്രൈറ്റ്നസ്. ആൻഡ് കമ്മിങ് ടു ഇമേജ് ബ്രേക്കേഴ്സ്, ഇറ്റ്സ് അബൌട്ട് ഫ്രീ ലവിനെ കുറിച്ചും അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ എഡ്യൂക്കേഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വർക്കാണ് ഇമേജ് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വർക്ക് ഈസ് റിട്ടൺ ബൈ ഗെർട്രൂഡ് ഡിക്സിൻ്റെ വർക്കാണ് ഇമേജ് ബ്രേക്കേഴ്സ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാറൊന്നുമില്ല, ബട്ട് സ്റ്റിൽ റിമെമ്പർ. ഇങ്ങനെയുള്ള വർക്ക്സ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്സ് വരുന്ന സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഈസി ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മേജർ രവീന്ദ്രനാഥ് ടാഗോർ, സരോജിനി നായിഡു, കമല ദാസ്, അല്ലെങ്കിൽ ട്രയോ ഓഫ് ഇന്ത്യൻ ഫിക്ഷൻ, ഇപ്പോൾ R.K. നാരായൺ, മിൽഖ്രാജ് ആനന്ദ്, രാജാ റാവു, ഇവരുടെയൊക്കെ തന്നെയും ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, കംപ്ലീറ്റ് വർക്ക്സ് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഐഡൻറ്റിഫൈ, നമുക്ക് ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മേ ബി വി നോട്ട് ബി ഫെമിലിയർ വിത്ത് ടൈഗർ ക്ലോ. ഇപ്പോൾ ഷോൺ സിംഗ് പ്രതാപിൻ്റെ അല്ലെങ്കിൽ പ്രതാപ് സിംഗിൻ്റെ വർക്ക്സ് ഒന്നും വി ആർ നോട്ട് അറ്റ് ഫെമിലിയർ വിത്ത്. പക്ഷേ ഇങ്ങനെയുള്ള വർക്ക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ടു സ്റ്റഡി ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ്. ക്ലാസിക്കൽ വർക്ക്സ് എല്ലാം പഠിച്ചിരിക്കുക. സോ വി ക്യാൻ ഫിൽട്ടർ ഔട്ട് ഫ്രം ദീസ് ആൻസേഴ്സ് ഓർ ദീസ് ഓപ്ഷൻസ്. റൈറ്റ്, കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I think this is a massive following. Yes, massive following, literary devices-ഉം ലിറ്റററി ടേംസും കൊണ്ടുള്ള മാസീവ് ഫോളോയിങ് റീസെൻ്റ്ലി ഒരുപാട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും പറയാറുണ്ട് മാസീവ് ഫോളോയിങ്ങിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രൈം ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ലിറ്റററി ടേംസ് ആൻഡ് ഡിവൈസസ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ടേംസ് ആൻഡ് മീനിങ്. അതേപോലെ തന്നെ അബൌട്ട് ഫൗണ്ടേഴ്സ്, ഈ പറഞ്ഞ പോലെ വേരിയസ് ഗ്രൂപ്പ്സും അതിലെ മെമ്പേഴ്സും, ക്യാരക്ടേഴ്സ് ആൻഡ് മേജർ ഓതേഴ്സ് ഓർ ദെയർ വർക്ക്സ്. ഇപ്പം D.H. ലോറൻസിൻ്റെ ഏത് വർക്കിലാണ് ഗഡ്രൂൺ എന്നൊരു ക്യാരക്ടർ വരുന്നത്, എങ്കിൽ ബ്രാങ്ക്മൻ ഫാമിലി ഏതിലാണ് വരുന്നത്, ഓക്കെ, മിസ്റ്റർ ഡാസി ഏതിലാണ് വരുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഏത്, അല്ലെങ്കിൽ ഇയർ ഓഫ് പബ്ലിക്കേഷൻ. അതേപോലെ certain ടേംസ് ആൻഡ് ദി ഫൗണ്ടേഴ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ചട്നിഫിക്കേഷൻ, സൽമാൻ റുഷ്ദിയുടെ അങ്ങനെയുള്ള ടേംസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, നൗ കമ്മിങ് ടു certain ടേംസ് ഗിവൺ ഹിയർ. ദെൻ ആന്റോണോമേസിയ, ആൻറ്റിഫ്രൈസിസ്, എപ്പോക്രിഫ, എറീറ്റോളജി. എല്ലാം കേൾക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുന്ന ടേംസ് ആണ്. ഇതിന് എങ്ങനെ കണ്ടുപിടിക്കും? ഒരൊറ്റ ഈസി മെത്തേഡ് ഉണ്ട്, സ്റ്റഡി എപ്പോക്രിഫ. എപ്പോക്രിഫ എന്ന് പറയുന്നത് ഇറ്റ്സ് റിഗാർഡിങ് ബൈബിൾ വേഴ്സസ്. ബൈബിളിൽ കാനണിക്കൽ ആയിട്ടുള്ള വേഴ്സസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റഡിങ് അബൌട്ട് ദി പ്രോഡിഗൽ സൺ. പ്രോഡിഗൽ സൺ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ബിബ്ലിക്കൽ ഏരിയയാണ്, ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. ബട്ട് ദ സെയിം ടൈം ആ ഒരു കാനണിൽ വരാത്ത കുറച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സർട്ടൺ വേഴ്സസ് ഉണ്ട്. അത് ഇപ്പോൾ ഈ ഹീബ്രു ബൈബിളിൽ ഇൻക്ലൂഡഡ് ആവാത്ത ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വരുന്ന സർട്ടൺ വേഴ്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ചേർച്ചിൻ്റെ ആ ഒരു ബൈബിളിലുള്ള വേഴ്സസ് ആയിരിക്കാം, സ്റ്റോറീസ് ആയിരിക്കാം. അങ്ങനെയുള്ള ബിബ്ലിക്കൽ വേഴ്സസിനെയും സ്റ്റോറീസിനെയാണ് വി കോൾഡ് ആസ് എപ്പോക്രിഫ. ലുക്ക്, ഇതിൽ നോക്കാം നമുക്ക് ബൈബിൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. യു ക്യാൻ സീ writings are the statements of spurious authorship, a figure of speech in which some defining word or phrase substituted for a person's proper name, a narrative of miraculous deeds of God or hero, and ironic or humorous use of words in senses opposite to the generally accepted meaning. ഈ ഒരു മീനിങ് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ ടേം ആണ് ലൈറ്ററ്റീസ് എന്ന് പറയുന്നത്. ലൈറ്ററ്റീസ് പോലെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നൊരു ടേം ആണ് ഈ ഒരു ലൈറ്ററ്റീസ് പോലെ തന്നെയാണ്. ലൈറ്ററ്റീസ് പോലെ തന്നെയുള്ളൊരു ടേം ആണ് ഈ ഒരു എഗെയിൻസ്റ്റ് ആണ്. നമ്മൾ പറയുന്നതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു മീനിങ്ങാണ് പറയുന്നത്. സോ ഐ ആം ഐറണിക്കലി സെയിങ് സംതിങ്. ഇപ്പം ഞാൻ ഒരാളെ കളിയാക്കുന്ന പോലെ അബ്യൂസീവായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഐ ആം സെയിങ് ദാറ്റ് എന്താണ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഹീസ് എ ജയൻറ്റ് ഇൻ 3 feet 4 inches. 3 അടി വലിപ്പമുള്ളൊരു വലിയ ഭീമാകാരനായ മനുഷ്യൻ. യു നോ ദാറ്റ് ഇറ്റ്സ് ആൻ ഐറണി. കളിയാക്കാണ് നമുക്ക് മനസ്സിലാവും. കാരണം എഗെയിൻസ്റ്റ് മീനിങ് വരുന്ന ഒരു സർട്ടൺ ഫ്രേസ് വെച്ചിട്ട് ഐ ആം അബ്യൂസിങ് സം വൺ, ഐ ആം ഓക്വേർഡ്ലി അബ്യൂസിങ് സം വൺ.
ഓക്കെ, അങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നത് ലൈറ്റിറ്റീസ് എന്നാണ് നമുക്കറിയാം. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ആൻറ്റി എന്നുള്ളൊരു വേർഡ് നമുക്കറിയാം. ആൻറ്റി മീൻസ് എഗെയിൻസ്റ്റ് ഓർ ഇൻ ഓപ്പോസിറ്റ് ഓഫ്. സോ എന്തായാലും ആൻറ്റി ഫ്രൈസിസ് ആയിരിക്കും ഈ ഒരു ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐറണിക് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഇൻ ഓപ്പോസിറ്റ് ടു ദി മീനിങ്. സോ ബി കംസ് ഫോർ 4. ബി 4ൽ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. A2, B4, C1 ആൻഡ് D3. ദാറ്റ് ഇസ് എ. ബാക്കിയുള്ളത് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് എൻറ്റോണോമേസിയ. എൻറ്റോണോമേസിയ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിപ്പോൾ വില്യം ഷേക്സ്പിയറിനെ ബാഡ് ഓഫ് A1 എന്ന് പറയാറുണ്ട്. സോ ഒരു പേഴ്സണിന് പകരം നമ്മൾ വേറൊരു ടേം യൂസ് ചെയ്തിട്ട്, ഫ്രേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അയാളെ മെൻഷൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ, സച്ച് എ കൈൻഡ് ഓഫ് മെറ്റോണമി യൂസ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ഇസ് എൻറ്റോണോമേസിയ. സോ ഇതിൽ നോക്കിക്കുക, എൻറ്റോണോമേസിയ വരുന്ന നോക്കിക്കുക, ഡിവൈനിങ് വേർഡ് ഓർ ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ പേഴ്സൺസ് പ്രോപ്പർ നെയിം, ദാറ്റ് ഈസ് ടു. ഓക്കെ, അതാണ് എൻറ്റോണോമേസിയ എന്ന് പറയുന്നത്. ആൻറ്റിഫ്രേസിസ് നമ്മൾ മനസ്സിലായി, എഗെയിൻസ്റ്റ് വേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എപ്പോക്രിഫ, ഇനിയൊരു കോൺഫ്ലിക്റ്റ് ഉള്ളത് എപ്പോക്രിഫയും എറിറ്റോളജിയും തമ്മിലാണ്. എപ്പോക്രിഫ ഈ പറഞ്ഞതുപോലെ നമ്മൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞു. റൈറ്റിംഗ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഡൗട്ട്ഫുൾ ഓതർഷിപ്പ് ഓർ സ്പ്യൂരിയസ് ഓതർഷിപ്പ്. ഓക്കെ, അത് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ഹീബ്രു ബൈബിളിൽ ഡയറക്റ്റ് വരുന്നതല്ല. സോ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വൈഡ്ലി അക്സെപ്റ്റഡ്. ഒരു വൈഡ് അക്സെപ്റ്റൻസ് ഇല്ല. അങ്ങനെയുള്ള വർക്ക്സിനെയാണ് വി കോൾഡ് ആസ് എപ്പോക്രിഫ. അങ്ങനെയുള്ള സ്റ്റോറീസ്, വേഴ്സസ് ആണ് എപ്പോക്രിഫ. നൗ കമ്മിങ് ടു എറിറ്റോളജി. അതായത് വലിയ ഹീറോയിക് ഡീഡ്സും അല്ലെങ്കിൽ ഗോഡ്സിൻ്റെ ആണെങ്കിലും വലിയ ഹീറോസിൻ്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു സ്റ്റോറീസിനെയാണ് വി കോൾഡ് ആസ് എറിറ്റോളജി, എ നറേറ്റീവ് ഓഫ് മിറാക്കുലസ് ഡീഡ്സ് ഓഫ് ഗോഡ്സ് ഓർ ഹീറോ. ഇപ്പോൾ റോമൻ ലെജൻസ് ആണെങ്കിലും ഗ്രീക്ക് ലെജൻസ് ആണെങ്കിലും അവരുടെ ഡീഡ്സും, ഫോർ എക്സാമ്പിൾ സോഫക്കിൾസ് എഴുതിയിട്ടുള്ള ഗ്രീക്ക് ലെജൻസിൻ്റെ വർക്ക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രീക്ക് ഗോഡ്സിൻ്റെ സ്യൂസ് ദേവൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെർക്കുലീസിൻ്റെയോ ഒക്കെ തന്നെയും ഹീറോയിക് ഡീഡ്സിൻ്റെ സ്റ്റോറീസിനെയാണ്, നെറേറ്റീവിനെയാണ് വി കോൾഡ് ആസ് എറിറ്റോളജി. ഓക്കെ, സോ എല്ലാം കാണുമ്പോൾ വി ഫീൽ ഇറ്റ് സിമിലർ, ബട്ട് തിങ്ക് ഓഫ് ദി ടേംസ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ്. ടേംസും മീനിങ്സ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടേമാണ് ലൈറ്റിറ്റീസ്. ലൈറ്റിറ്റീസ് ലാസ്റ്റ് ടൈമും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജൂണിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഫോക്കസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് ടേംസ് ആൻഡ് ഡിവൈസസ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു MH എബ്രഹാംസിൻ്റെ ഗ്ലോസറി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് യു ക്യാൻ സീ ഹിയർ. നൗ കമ്മിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, not last question, second last question. You can see who is the critic associated with the term blue humanities. Blue humanities എന്താണെന്ന് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടേം ഓർ കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിലും we can think of it. Blue humanities എന്ന് പറയുന്നത് സംതിങ് റിലേറ്റഡ് ടു ഓഷ്യൻ. ഓഷ്യാനിക് സ്റ്റഡീസ് റിലേറ്റിംഗ് ടു കൾച്ചർ. കൾച്ചറൽ സ്റ്റഡീസിലെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് ആൻഡ് ഒരു തിയറിയാണ് അബൌട്ട് ബ്ലൂ ഹ്യൂമാനിറ്റീസ്, സംതിങ് റിലേറ്റഡ് ടു ഓഷ്യൻ. ഓഷ്യാനിക് സ്റ്റഡീസ് ആണ് ദാറ്റ് ഡിറ്റർമൈൻസ് കൾച്ചർ ആൻഡ് ദി അതർ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. അതാണ് ബ്ലൂ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ സർട്ടൻ ക്രിറ്റിക്സ് ഹിയർ, ഹന്ന ആരൻഡ്, സ്റ്റീഫൻ മെൻസ്, തോമസ് ആർ കോൾ ആൻഡ് നാഥൻ കാർലിൻ. ഇതിന് ഐഡന്റിഫൈ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. റിമെമ്പർ ദാറ്റ് നാഥൻ കാർലിൻ ഈസ് സമ്മൺ ഹു ഈസ് റിലേറ്റഡ് ടു മെഡിക്കൽ ഹ്യൂമാനിറ്റീസ്. മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് എന്നുള്ള കൾച്ചറൽ സ്റ്റഡീസിൻ്റെ മറ്റൊരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ് നാഥൻ കാർലിൻ എന്ന് പറയുന്നത്. ഓക്കെ, തോമസ് ആർ കോൾ ഹു ഈസ് എ റൈറ്റർ ആൻഡ് ഹു ഈസ് ഓൾസോ എ പെയിൻറ്റർ. ഒരു റൊമാൻറ്റിക് പെയിൻറ്റിങ്, ഒരു അമേരിക്കൻ ലാൻഡ്സ്കേപ്പ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു റൈറ്ററാണ് തോമസ് ആർ കോൾ. പെയിൻറ്റർ കം ഫിലോസോഫർ ആണ്. ഓക്കെ, ദെൻ ഹന്ന ആർഡൻ ഹു ഈസ് ഓൾസോ എ ഫിലോസോഫർ ആണ്. ആൻഡ് ഷീ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദിസ് ബ്ലൂ. ഈ പറഞ്ഞ പോലെ ടോട്ടലിറ്റേറിയനിസം, ആ ഒരു ജ്യൂസിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു നാസി റെജിമെൻ, അതൊക്കെയായിരുന്നു അവരുടെ മേജർ ഫോക്കസ്, ഹന്ന ആർഡൻറ്റിൻ്റെ. ആൻഡ് മേജർലി ഗിവിങ് ഫോക്കസ് ടു ടോട്ടലിറ്റേറിയനിസം. ആ ഒരു ടോട്ടലിറ്റേറിയനിസം ഏരിയ ആണ് what she meant for totalitarianism. And you can see the single one, Professor Stephen Menz. Stephen Menz ആണ് who gives more importance to the concept of blue humanities. Blue humanities philosopher and critic ആണ് സ്റ്റീഫൻ മെൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ മെഡിക്കൽ ഹ്യൂമാനിറ്റീസ്, ബ്ലൂ ഹ്യൂമാനിറ്റീസ്, ഡിസബിലിറ്റി സ്റ്റഡീസ്, ഇതൊക്കെ കൾച്ചറൽ സ്റ്റഡീസ്, ഗേ ആൻഡ് ലെസ്ബിയൻ സ്റ്റഡീസ് ഒക്കെ കൾച്ചറൽ സ്റ്റഡീസിലെ റീസെൻ്റ് ആയിട്ടുള്ള വരുന്ന തിയറീസ് ആണ്. ആ ഒരു കോൺസെപ്റ്റിലെ മേജർ ഫിഗേഴ്സിനെയും ഫൗണ്ടേഴ്സിനെയും ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നെക്സ്റ്റ് ടേമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, ആൻഡ് നൗ കമ്മിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് വെരി ഈസി. വിച്ച് ഈസ് നോട്ട് എ ഡ്രമാറ്റിക് മോണോലോഗ്. ഇതിൽ നമ്മൾക്ക് ചിന്തിക്കാനോ നമുക്ക് പ്രത്യേകിച്ച് വേറെ നോക്കാനോ ഒന്നുമില്ല. യു ക്യാൻ സീ നമ്മൾ റോബർട്ട് ബ്രൗണിങ്ങിനെയാണ് ആ ഒരു ഡ്രമാറ്റിക് മോണോലോഗ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള റൈറ്ററായിട്ട് നമ്മൾ പറയാറുള്ളത്. സോ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ സിംഗിൾ വർക്ക് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ആൻഡ്രിയ ഡെൽസാറ്റോ. ഡ്രമാറ്റിക് മോണോലോഗ് എന്താണെന്ന് നമുക്കറിയാം.
ഒരു അൺഐഡൻറ്റിഫൈഡ് സ്പീക്കറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഹിസ് ഇമോഷൻസ് അബൌട്ട് ഡ്രമാറ്റിക് സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമ്മളൊരു ആബ്സെൻറ്റ് ഒരു ഹിയറിനോട് അല്ലെങ്കിൽ ലിസണറിനോട് പറയുന്ന ആ ഒരു വേഴ്സസിനെയാണ് വി കോൾഡ് എസ് ഡ്രമാറ്റിക് മോണോലോഗ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരാനുള്ള ചാൻസ് ടിൻറ്റൻ അബി എല്ലാം നമുക്കറിയാം. പിന്നെ ഡൗട്ട് വരുന്നത് കാനണൈസേഷനിലും ഫ്ലീയും തമ്മിലാണ്. ബോത്ത് വെർ ദി വർക്ക്സ് ഓഫ് ഡൺ. ജോൺ ഡണ്ണിൻ്റെ വർക്ക്സ് ആണ്, മെറ്റഫിസിക്കൽ പോംസ് ആണ്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ഇതൊക്കെ പറയുന്ന ഒരു സ്പീക്കർ അല്ലേ, അപ്പോൾ അതൊരു ഡ്രമാറ്റിക് മോണോലോഗ് ആവില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. So here the conflict is that canonization could be considered as a dramatic monologue but not in a full mode. Dramatic monologue completely establish ചെയ്തിട്ടുള്ള ഒരു വർക്ക് അല്ല കാനണൈസേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. Primarily it's a metaphysical poem and there we can also see a speaker speaking something. പക്ഷേ we can't see a dramatic situation there. അവിടെ dramatic situation ഇല്ല. It's a lyric poem. ഒരു സ്പീക്കർ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, ലിറിക് പോമിൽ ഇല്ലാത്തൊരു സ്പീക്കർ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ബട്ട് ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട് ലവ്. ലവിനെ കുറിച്ചാണ് പറയുന്നത്. നോട്ട് അറ്റ് ഓൾ അബൌട്ട് ദ ഡ്രമാറ്റിക് സിറ്റുവേഷൻ, നോട്ട് അറ്റ് ഓൾ അബൌട്ട് സംതിങ് ദാറ്റ് ക്രിയേറ്റഡ് ദ ഡ്രമാറ്റിക് സിറ്റുവേഷൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ആൻഡ്രിയ ഡെൽ സാറ്റോ റിട്ടൺ ബൈ റോബർട്ട് ബ്രൗണിങ്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ ഈ രീതിയിൽ ഡണ്ണിൻ്റെ പോംസ് വരാറുണ്ട്. കാരണം ഡണ്ണിൻ്റെ പോംസ് ഡ്രമാറ്റിക് മോണോലോഗ്സ് വളരെ ചെറിയ മൈനർ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്ത റൈറ്റേഴ്സ് ആയതുകൊണ്ട് കൂടുതലും അത് വരാറുണ്ട്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ദ റൈറ്റ് ആൻസർ ഈസ് ബൈ റോബർട്ട് ബ്രൗണിങ്. ഓക്കെ, നൗ കമ്മിങ് ടു ദി എൻഡിങ് തിങ് ദറ്റ് ഈസ് അബൌട്ട് അവർ ന്യൂ ബാച്ച്. നമ്മൾ ഏറ്റവും കൂടുതൽ JRF ഹോൾഡേഴ്സിനെയും നെറ്റ് ഹോൾഡേഴ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു റീസെൻറ്റ് ബാച്ചാണ് JRF ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. സോ നമ്മളുടെ റിസൾട്ട്സ് ആണ് നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ വിത്ത് റിസൾട്ട്സ് വി ആർ ടെലിംഗ് യു അബൌട്ട് അവർ ഗ്യാരണ്ടി റിഗാർഡിംഗ് ദി ബാച്ച്. സോ JRF ട്രാക്ക് ബാച്ചിൻ്റെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. യു ക്യാൻ ജോയിൻ ഇറ്റ് വെരി സൂൺ. നമ്മുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ്. റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, നമ്മുടെ JRF ക്ലബ് ഡിസ്കഷൻസ് ഉണ്ടാവും, മെജോറിയൽസ് ഉണ്ടാവും. അങ്ങനെ പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ് JRF ട്രാക്ക് ബാച്ച്. ആൻഡ് ഒരുപാട് ഓഫേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഓഫേഴ്സിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് എടുക്കാവുന്നതാണ്. അഡ്മിഷന് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ ഫോമിൽ അറ്റാച്ച് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടീം വിൽ ബി കോൺടാക്ടിങ് യു. ഓക്കെ, സോ ഇത് കൂടാതെ നമുക്ക് ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട്. പേപ്പർ 1-നും പേപ്പർ 2-നും ഗൈഡൻസ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ഓഫ് ആക്സസ് ആയിട്ട് റിസോഴ്സസ് കിട്ടും. ലേണിംഗ് റിസോഴ്സസ് ആയിട്ട് ലേണിംഗ് മെറ്റീരിയൽസും ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും ഒക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും. സോ ഏറ്റവും ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. സോ ഏറ്റവും ഉടനെ തന്നെ നമ്മുടെ ഈ 2 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഇത് കൂടാതെ ഇതേപോലെ ഇതൊരു സീരീസ് ആണ്. ഫർദർ ക്ലാസ്സസ് വുഡ് ബി ദെയർ. ഫോർ ഫർദർ അപ്ഡേറ്റ്സ് ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ടു. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.